നിങ്ങൾ ഈ നെതർലാൻഡ്സിൽ റേസസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാലേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലുള്ള അത്ര റേസസ് ഒന്നും നെതർലാൻഡ്സിലൊന്നും ഇല്ലടോ. ഈ വെള്ളക്കാർക്കൊന്നും നമ്മളെ അത്രയൊന്നും ഉപദ്രവിക്കാനും മാനസികമായിട്ട് പറ്റില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ റേസിസം എന്ന സംഭവം അനുഭവിച്ചിട്ടുള്ളത് ഇന്ത്യയിലൊക്കെ തന്നെ. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അങ്ങനെ PhDക്ക് ശേഷം അതുവരെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. PhDക്ക് ശേഷമാണ് ഞാൻ ഈ യൂണിവേഴ്സിറ്റിക്ക് ചെല്ലുന്നത്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഫസ്റ്റ് ഡേ ലഞ്ചിൻ്റെ സമയമായി. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ കുറേ പ്രൊഫസേഴ്സ് ഉണ്ട്, ഒരുപാട് സീനിയർ പ്രൊഫസേഴ്സൊക്കെ ഉണ്ട്. ഇന്ത്യയിലെ വലിയ വലിയ യൂണിവേഴ്സിറ്റീസ് നോക്കിയുള്ള ആളുകളൊക്കെയാണ്, പഠിച്ചിറങ്ങിയവരാണ് അവരൊക്കെ. അപ്പോൾ അങ്ങനെ എൻ്റെ ഹെഡിൻ്റെ തൊട്ട് താഴെയുള്ളൊരു മാം JNUവിലൊക്കെ ഉള്ള പഠിച്ചിറങ്ങിയ മാമാണ്. അപ്പം മാമിൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ മാം പാത്രം തുറന്നപ്പോൾ പനീറുണ്ട്, നാനുണ്ട്, പിന്നെ കുറച്ച് ഈ ഹിന്ദിക്കാർ കഴിക്കുന്ന ഗ്രീൻ പീസ് ഇട്ട റൈസ് ഉണ്ട്. അപ്പോൾ എനിക്ക് തുറന്നിട്ട് പറഞ്ഞു, ഗ്രീമ കഴിച്ചോ, ട്രൈ ചെയ്ത് നോക്കുക, യു വിൽ ലവ് ഇറ്റ്, എനിക്കും നിങ്ങളുടെ സാമ്പാർ ഇഡ്ഡലിയൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിലായില്ല, എനിക്ക് സാമ്പാർ ഇഡ്ഡലിയൊന്നുമല്ല, എനിക്ക് ചോറ് മുട്ടക്കറിയായിരുന്നു ഉണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ അറിയുന്ന സാധനം മുട്ടക്കറി. അതുവരെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ഭക്ഷണം കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. കാരണം അവിടെ ക്യാമ്പസിൽ നല്ല ക്യാൻറ്റീനുകൾ കാരണം കൊണ്ട് ഞാൻ അവിടെ നിന്ന് കഴിക്കുമായിരുന്നു. ഒരു നല്ല കാലം ഞാൻ ആദ്യമായിട്ടായിരിക്കും ഭക്ഷണം ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ആദ്യമായിട്ടൊന്ന് കൊണ്ടുപോയത്. അപ്പോൾ അങ്ങനെ തുറന്നപ്പോൾ മുട്ടക്കറിയും ചോറുമാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ തുറന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ട്, ഞാൻ ഒരു മുട്ട പുഴുങ്ങിയതും സവോളയൊക്കെ ഇട്ടിട്ടുള്ള കറിയും ചോറുമാണ് കൊണ്ടുവന്നത്. ഇത് ഞാൻ എങ്ങനെ ഷെയർ ചെയ്യുന്നത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു, ഗ്രീമയുടെ പാത്രത്തിൽ എന്താണെന്നുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു മുട്ടക്കറിയും ചോറും പറഞ്ഞു. ഞാൻ പറഞ്ഞു കുറച്ചേ കൊണ്ടുവന്നിട്ടുള്ളൂ, ബട്ട് യു ക്യാൻ ട്രൈ, ഞാൻ കുറച്ച് നന്നായിട്ട് ഉണ്ടാക്കുന്ന ഒരേ ഒരു സംഭവമാണ് മുട്ടക്കറി എന്ന് പറഞ്ഞു. അപ്പോൾ ഓൾ ഓഫ് എ സഡൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഗ്രീമ നമ്മുടെ ഈ ക്യാമ്പസിലെ ഈ ബ്ലോക്കിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ക്യാമ്പസിലേക്ക്, പ്രത്യേകിച്ച് ഈ ബ്ലോക്കിലേക്ക് എങ്ങനെ നിനക്ക് കൊണ്ടുവരാൻ തോന്നി ഈ മുട്ടക്കറിയൊക്കെയും, എന്ത് കണ്ടിട്ട് ഗ്രീമ ഇതൊക്കെ പാത്രത്തിലിട്ടിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്, ഇവിടുന്ന് എഴുന്നേറ്റിട്ട് പൊക്കോ, വേറെ എവിടെയെങ്കിലും പോയി കഴിച്ചോ, അല്ലെങ്കിൽ ഇത് വേസ്റ്റിലിട്ടിട്ട് പോരെ, ഞാൻ നല്ല സ്വീറ്റായിട്ട് വേസ്റ്റിലിട്ടിട്ട് പോരെ, ഞാൻ വേറെ ഫുഡ് വാങ്ങിച്ചു തരാം. ഞാനൊരു മിനിറ്റ് നേരം ശരിക്കും മൈസായി, എന്ത് പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഇതിനേക്കാൾ വലിയ റേസസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല ഇവിടെയൊക്കെ ഞാൻ അനുഭവിച്ചു.